നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസിനടക്കം അഭിനന്ദനം. സംസ്ഥാന സർക്കാരാണ് മികച്ച പ്രവർത്തനം നടത്തിയെന്ന പേരിൽ അഭിനന്ദനം നൽകുന്നത്. CPO മുതൽ IG വരെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഗുഡ് സർവീസ് എൻട്രിയും പാരിതോഷികവും നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി S ശാലിനി ചേരുന്നു. ശാലിനി, നവകേരള സദസ്സിൽ പ്രതിഷേധവുമായി എത്തിയവരെ തല്ലിച്ചതച്ച പോലീസിനാണ് ഇപ്പോൾ പാരിതോഷികവും അഭിനന്ദനങ്ങളും നൽകുന്നത്. എന്താണ് വിശദാംശങ്ങൾ? വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നവകേരള തിരുവനന്തപുരം ജില്ലയിൽ പരിഷ്കാരം കുറിച്ച സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കായി പോലീസ് പുതിയൊരു സംവിധാനം, ഒപ്പം തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഒരു ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും ആ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടേതാണ് ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നത് നവകേരള സദസ്സിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അനുമോദനം നൽകണം എന്നുള്ളതാണ്. CPO മുതൽ IGP വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകണം എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം തന്നെ നവകേരള സദസ്സിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം നൽകുന്നത് അല്ലെങ്കിൽ ഗുഡ് സർവീസ് എൻട്രി നൽകുന്നത് എന്നുള്ളതാണ് പോലീസ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പോലീസിന് എതിരെ ഉയർന്നിരുന്നു. അത് വളരെ ശക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ പോലീസിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ DYFI പ്രവർത്തകർ ഉൾപ്പെടെ പോലീസ് നിലവിൽ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസ് നടപടി അത് അഭിനന്ദനാർഹമാണ്, പാരിതോഷികപരമാണെന്ന നിലപാടാണോ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? ഇതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോഴത്തെ പോലീസ് സേനയ്ക്കുള്ള ബഹുമതി നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്? ക്രമസമാധാന ചുമതലയുള്ള ADGP അത്തരത്തിലുള്ള ഉത്തരവ് പുറത്തിറക്കിയോ? വിനീഷ്, ഔദ്യോഗികമായി ADGPയുടെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടവരുടെ പട്ടിക നൽകാനുള്ള നിർദ്ദേശമാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. സംസ്ഥാന പോലീസ് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയുമാണ്. ഒരുപക്ഷെ നമുക്കറിയാം, സംസ്ഥാന വ്യാപകമായി DYFI നടത്തിയ അതിക്രമങ്ങൾ കണ്ടതാണ്. പോലീസിനെ മറയാക്കിക്കൊണ്ട് പോലീസിന്റെ മുന്നിൽ നിന്നാണ് പല അക്രമങ്ങൾക്കും DYFI നേതൃത്വം നൽകിയത്. ഈ പറഞ്ഞതുപോലെ തന്നെ യുവമോർച്ച, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ ഒരു യാത്രക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുകയും പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തു. ആ പ്രതിഷേധത്തെ ഒക്കെ തന്നെ പോലീസ് വലിയ രീതിയിൽ അടിച്ചമർത്തുകയും ചെയ്തതാണ്. പല സ്ഥലങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടെ കരുതൽ തടങ്കലിലാക്കുന്ന നടപടി, കറുത്ത വസ്ത്രം ധരിച്ച ആളുകളെ കരുതൽ തടങ്കലിലാക്കുകയും അവർക്കെതിരെ നടപടിയും കേസും എടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ പോലീസ് സ്വീകരിച്ചു. ഇതിനുള്ളൊരു അംഗീകാരമായിട്ട് നമുക്ക് ഈ ഒരു ഗുഡ് സർവീസ് എൻട്രിയെ കാണേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത് പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഒരു പോലീസിന്റെ നിലവിലെ നടപടി എതിരായി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രതിഷേധക്കാരെ പലയിടത്തും തല്ലിച്ചതയ്ക്കുക, ഒപ്പം തന്നെ കരുതൽ നടപടികൾ, അകാരണമായി കരുതൽ നടപടികൾ സ്വീകരിക്കുക, സാധാരണക്കാരെയും പൊതുപ്രവർത്തകരെയും കരുതൽ തടങ്കലിൽ അടക്കുക, ഇതൊക്കെ തന്നെ പോലീസിന്റെ ഒരു തെറ്റായ പ്രവണതയാണ് എന്നുള്ളത് സേനയ്ക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുകയും അതിലുള്ള അമർഷവും വിമർശനവും ഒക്കെ തന്നെ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ആ ഒരു പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അവരെ ഒപ്പം നിർത്താനുള്ള ഒരു നടപടിയുടെ ഭാഗമായി കൂടി നമുക്ക് ഈ ഒരു ഉത്തരവിനെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ളവരുടെ പട്ടിക തയ്യാറാക്കൽ നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ കൂടി ഇടപെടൽ നേരിട്ട് ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു നവകേരള യാത്ര നടക്കുന്നു. ആ നവകേരള യാത്ര നടക്കുമ്പോൾ സർക്കാരിന്റെ ബാനറിലുള്ള ഒരു യാത്രയാണ്. സ്വാഭാവികമായും സുരക്ഷ ഒരുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിൽ കവിഞ്ഞ് പോലീസിനെ പല രീതിയിലും പല ആവശ്യങ്ങൾക്കും നമ്മൾ ഈ സാഹചര്യത്തിൽ അതിനുള്ള ഒരു ഉപകാരമാണ് എന്ന രീതിയിലൊരു നടപടിയാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലീസിന്റെ തലപ്പത്തുള്ള ഉത്തരവ് സർക്കാർ സേവനത്തിനല്ല, ഒപ്പം മുഖ്യമന്ത്രിയെ സേവിച്ചതിനും നവകേരള സദസ്സ് കൃത്യമായ രീതിയിൽ സർക്കാരിന്റെ നിലപാടുകൾക്ക് അനുയോജ്യമായ തരത്തിൽ ഏകാധിപത്യ തേർവാഴ്ച നടത്തിയ ഉദ്യോഗസ്ഥർക്കുമാണോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഗുഡ് സർവീസ് എൻട്രി നൽകുക? പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു നവകേരള ബാനറിലാണ് നടത്തിയതെങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയായി തന്നെ പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം ഇതിനെ വിമർശിക്കുന്നുണ്ട്, പ്രതിപക്ഷം അത് വിലയിരുത്തുന്നുമുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങൾക്കുമായി മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാർക്കുമായി ഇത്രയധികം സുരക്ഷ ഒരുക്കുന്നു. കൂടുതൽ പോലീസ് സേന ഒരു സാധാരണ പരിപാടി എന്നതിൽ അപ്പുറം ഒരുപക്ഷെ
ശബരിമല തീർത്ഥാടന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന തിരക്ക് നിയന്ത്രിക്കാൻ പോലും പോലീസ് വളരെ കുറച്ച് നാമമാത്രമായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ നവകേരള സദസ്സിനായി അതിൽ 4 ഇരട്ടി പോലീസിനെ വിന്യസിക്കുന്നു. അത്തരത്തിൽ പോലീസിനെ മറ്റ് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കടന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അതിനുള്ള ഒരു ഉപകാര സ്മരണ എന്ന് മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇതിനെ കാണാൻ സാധിക്കുക. എന്നാലും വലിയ രീതിയിലുള്ള വിമർശനം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഡിവൈഎഫ്ഐ അവിടെ പോലീസ് ആകുന്ന ഒരു സാഹചര്യം, ഒപ്പം തന്നെ പ്രതിഷേധക്കാരെ തടയുന്നു, അവരെ മർദ്ദിക്കുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ നടപടി ഡിവൈഎഫ്ഐ ഉൾപ്പെടെ സ്വീകരിക്കുമ്പോൾ അവിടെ നോക്കുകുത്തിയായി പോലീസ് നിന്നു എന്നൊരു വിമർശനം കൂടി നവകേരള സദസ്സിനെതിരെ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രിയും പാരിതോഷികവും നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. CPO മുതൽ IG വരെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ഇത്തരത്തിൽ ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.